നമസ്കാരം, എല്ലാവർക്കും ഭാവനസ് വേൾഡ് ഓഫ് കോമേഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അക്കൗണ്ടിങ് ഇക്വേഷൻസിലെ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് എങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യും എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് ട്രാൻസാക്ഷൻസിലേക്ക് പോകാം. ഇപ്പോൾ ഫസ്റ്റ് വൺ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹30,000. ഓക്കെ, ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്കായി 30,000 രൂപ ക്യാഷോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതുമ്പോൾ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 30,000 എന്ന് പറയുമ്പോൾ ഒരാൾ ബിസിനസ്സിലേക്ക് 30,000 രൂപ കൊണ്ടുവരുന്നു എന്നാണ്. അപ്പോൾ ക്യാഷായി 30,000 നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഈ 30,000 ആ ബിസിനസ് ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ട ലയബിലിറ്റിയും നമുക്കുണ്ട്. അതായത് ക്യാപിറ്റലായിട്ട് 30,000 നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷനിൽ എഴുതുമ്പോൾ അസറ്റ് സൈഡിൽ ക്യാഷായിട്ട് 30,000 എന്നും ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ 30,000 എന്നും എഴുതണം. ഓക്കെ, സെക്കൻഡ് ട്രാൻസാക്ഷൻ വരുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നാണ്. എപ്പോഴും നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടുമ്പോൾ നമ്മൾ എന്താണ് ഈ ട്രാൻസാക്ഷൻ എന്നൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്യണം. ഇപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ വാങ്ങി ഫോർ ക്യാഷ്, കാശ് കൊടുത്തു സാധനങ്ങൾ വാങ്ങി. അതായത് ബിസിനസ്സിലേക്ക് സാധനങ്ങൾ വന്നു, പർച്ചേസസ് വന്നു, ക്യാഷ് പോയി. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ 30,000 റുപ്പീസ് ക്യാഷ് ആയിട്ട് ഇരിപ്പുണ്ട്. ആ 30,000 റുപ്പീസിൽ നിന്നും 7,000 റുപ്പീസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷനിൽ ക്യാഷ് അസറ്റ് സൈഡിൽ 30,000 ഉള്ള അവിടെ -7,000 എഴുതും. ക്യാഷ് കുറയാണ്, 7,000 റുപ്പീസ് കുറയുന്നു. അതുപോലെ തന്നെ അസറ്റ് സൈഡിൽ പർച്ചേസസ് 7,000 റുപ്പീസ് കൂടുന്നുണ്ട്. അപ്പോൾ 30,000-ൽ -7,000 വരും കാശ് കുറയുന്നത്. അതുപോലെ ആ സൈഡിൽ തന്നെ +7,000 വരും പർച്ചേസസ് സാധനങ്ങൾ വരുന്നതിൽ. ഇവിടെ ലയബിലിറ്റീസ് ഒന്നുമില്ലാത്തതിനാൽ ലയബിലിറ്റി സൈഡിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമുക്കതിനെ ആഡ് ചെയ്ത് താഴേക്ക് എഴുതാം. അടുത്ത ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ കാശ് കൊടുക്കുന്നില്ല, പകരം ക്രെഡിറ്റിന് സാധനങ്ങൾ വാങ്ങുകയാണ്, കടത്തിന് സാധനങ്ങൾ വാങ്ങുകയാണ്. അപ്പോൾ രണ്ട് ഇഫക്റ്റാണ്. ഒന്ന്, സാധനങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്നു, പർച്ചേസസ് വരുന്നുണ്ട്, പക്ഷേ കാശ് പോകുന്നില്ല. പകരം നമ്മൾ കാശ് കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെഴുതും? അസറ്റ് സൈഡിൽ +6,000 ആണ് എമൗണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് 6,000. അപ്പോൾ നമ്മൾ അസറ്റ് സൈഡിൽ +6,000 ബിക്കോസ് പർച്ചേസസ് വന്നു, +6,000. അതുപോലെ തന്നെ ലയബിലിറ്റി സൈഡിൽ 6,000 റുപ്പീസ് ആഡ് ആകും. ഓക്കെ, ഇപ്പോൾ ലയബിലിറ്റി സൈഡ് ഇത്രയും നേരം ക്യാപിറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റാസ് വന്നു, നമ്മൾ കൊടുക്കേണ്ട ബാധ്യത വന്നു. സോ ക്രെഡിറ്റാസ് വന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ക്യാഷ് ബാലൻസ് 23,000 ഉണ്ട്. അതായത് 30,000 - 7,000 23,000 ഉണ്ട്. പിന്നെ 13,000 ഉണ്ട് സ്റ്റോക്ക്. 7,000-ഉം 6,000-ഉം 13,000 ഉണ്ട്. ലയബിലിറ്റീസിൽ ക്രെഡിറ്റ് 6,000 ഉണ്ട്. പിന്നെ 30,000 റുപ്പീസ് ക്യാപിറ്റൽ എമൗണ്ടും ഉണ്ട്. ഓക്കെ, ഇനി ഈ വീഡിയോയിൽ ലാസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റർ 5,000 റുപ്പീസ്. നമ്മൾ ക്രെഡിറ്റർക്ക് 5,000 രൂപ നമ്മൾ പേ ചെയ്യുവാണ്. അപ്പോൾ ചിന്തിക്കണം, നമ്മളൊരാൾക്ക് നമ്മുടെ കടം തീർക്കുമ്പോൾ, നമ്മളൊരാൾക്ക് കാശ് കൊടുക്കുമ്പോൾ ബിസിനസ്സിൽ നിന്നും കാശ് പോകുന്നു അല്ലേ? അപ്പം നമ്മുടെ കൈവശമുള്ള കാശ് ഇപ്പോൾ എത്ര രൂപയുണ്ട്? 23,000 റുപ്പീസ് ഉണ്ട് കയ്യിൽ ക്യാഷായിട്ട്. ആ ക്യാഷിൽ നിന്നും 5,000 റുപ്പീസ് കുറയുവാണ്. അപ്പോൾ അസറ്റ് സൈഡിൽ ക്യാഷ് -5,000 വരും. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് 6,000 രൂപ ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ 5,000 രൂപ പേ ചെയ്യുവാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സും 5,000 രൂപ കുറയും. ഓക്കെ, അപ്പോൾ 18,000 ആകും ക്യാഷ് ബാലൻസ്. അതായത് 23,000-ൽ നിന്നും 5,000 കുറഞ്ഞിട്ട് ബാലൻസ് 18,000 വരും. സ്റ്റോക്ക് റിമെയിൻസ് ദ സെയിം ആസ് 13,000.
ദെൻ ക്രെഡിറ്റേഴ്സ് 6,000-ൽ നിന്നും 5,000 നമ്മൾ റീപേ ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് 1,000 റുപ്പീസ് ആകും. ആൻഡ് ആർ ക്യാപിറ്റൽ റിമൈനിങ് ദി സെയിം ₹30,000. ഓക്കെ, അപ്പോൾ ഈ 4 ട്രാൻസാക്ഷൻസും അക്കൗണ്ടിങ് ഇക്വേഷനിൽ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഉപയോഗപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇതിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കൂ, അവരും പഠിക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.